യുവാക്കളുടെ പ്രണയകഥകൾ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പക്ഷേ ജീവിതത്തിന്റെ മറ്റൊരു ഘട്ടത്തിൽ രണ്ടുപേർ കണ്ടുമുട്ടി വീണ്ടും പ്രണയത്തിലാകുന്ന ഒരു ഹൃദയസ്പർശിയായ കഥയാണ് ചിന്ന ചിന്ന ആസെ. 96 മൂവി പോലുള്ള ലവ് സ്റ്റോറീസ് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. വാരണാസിയുടെ മനോഹരമായ പശ്ചാത്തലത്തിൽ പറയുന്ന ഈ കഥ നമ്മെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നു. പ്രണയിക്കാൻ പ്രായം ഒരു തടസ്സമാണോ? അവരുടെ പ്രണയം എവിടെ എത്തിയെന്ന് നമുക്ക് കണ്ടു നോക്കാം. മൂവിയുടെ സ്റ്റാർട്ടിങ്ങിൽ രാത്രിയിൽ ഒരു തമിഴ് ടൂറിസ്റ്റ് ഗ്രൂപ്പ് കാശിയിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. നമ്മുടെ കഥാനായികയായ ലീലയും ഗ്രൂപ്പുമായിരുന്നു അത്. രാവിലെ മാധവൻ മാഷ് ചായ കുടിക്കാൻ വേണ്ടി ഒരു ചായക്കടക്കാരന്റെ അടുത്തെത്തുന്നു. ഒരു സ്ത്രീ കുറെ നേരമായി ഇരുന്ന് കരയുന്നുണ്ട്. ചോദിച്ചിട്ട് എന്താണെന്ന് പറയുന്നില്ല. അവരെ കണ്ടിട്ട് നിങ്ങളുടെ നാട്ടുകാരിയാണെന്ന് തോന്നുന്നുണ്ട്, ഒന്ന് ചോദിച്ചു നോക്ക് എന്ന് മാധവൻ മാഷിനോട് ആ ചായക്കടക്കാരൻ പറയുന്നു. അപ്പോൾ മാധവൻ മാഷ് അവിടെയുള്ള ലീലയെ കാണുന്നുണ്ട്. അവളുടെ അടുത്ത് പോയി എന്തു പറ്റിയെന്ന് അയാൾ ചോദിക്കുന്നു. അത് കേട്ട ഉടൻ ലീല കരയാൻ തുടങ്ങി. ലീല താൻ തന്റെ ഗ്രൂപ്പിന്റെ അടുത്തുനിന്ന് കൂട്ടം തെറ്റിപ്പോയതാണെന്നും അവരുടെ അടുത്തേക്ക് പോകാനുള്ള വഴി അറിയാതിരിക്കുകയാണെന്നും മാധവ മാഷിനോട് പറഞ്ഞു. ഇതിനിടയിൽ ലീലയുടെ പേഴ്സും ഫോണും മോഷണം പോയിരുന്നു. അവരെ സഹായിക്കാൻ മാധവ മാഷ് തീരുമാനിക്കുന്നു. തൊട്ടടുത്തുള്ള അമ്പലത്തിൽ കുറെ തമിഴ്നാട്ടുകാർ ദർശനത്തിന് വരാറുണ്ട്. അവിടെ പോയി നോക്കാൻ ആ ചായക്കടക്കാരൻ അവരോട് പറയുന്നുണ്ട്. അവർ രണ്ടുപേരും അമ്പലത്തിൽ പോയി അന്വേഷിക്കുമ്പോൾ തമിഴ് ഗ്രൂപ്പ് ആരും അവിടെ വന്നിട്ടില്ല എന്ന് അവിടുത്തെ പൂജാരി പറയുന്നുണ്ട്. ലീലയ്ക്ക് വിശക്കുന്നുണ്ടെന്ന് മനസ്സിലായ മാധവൻ മാഷ് അവളെ കൊണ്ടൊരു സൗത്ത് ഇന്ത്യൻ ഫുഡ് കിട്ടുന്ന ഹോട്ടലിലേക്ക് പോകുന്നു. അവിടെ വെച്ച് മാധവൻ മാഷ് ലീലയെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. ലീലയുടെ ഹസ്ബൻഡ് 1.5 വർഷം മുൻപ് മരിച്ചു പോയതാണെന്നും തനിക്കൊരു മകനാണ് ഉള്ളതെന്നും അവർ പറയുന്നുണ്ട്. അവിടെ അടുത്തൊരു തമിഴ് അസോസിയേഷൻ ഉണ്ട്. ലീലയുടെ ഗ്രൂപ്പിലുള്ള ആളുകൾ അവിടെ അന്വേഷിച്ചു വരാൻ സാധ്യതയുണ്ടെന്നും അവിടെ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാമെന്നും മാധവൻ മാഷ് ലീലയോട് പറയുന്നുണ്ട്. അങ്ങനെ ഭക്ഷണം കഴിച്ച ശേഷം അവർ തമിഴ് അസോസിയേഷൻ ഓഫീസിൽ എത്തുന്നു. അവിടെ ഇതുവരെ എൻക്വയറീസ് ഒന്നും വന്നിട്ടില്ലായിരുന്നു. ലീല തന്റെ ഗ്രൂപ്പിൽ നിന്ന് കൂട്ടം തെറ്റിപ്പോയ കാര്യം തമിഴ് അസോസിയേഷൻ ഓഫീസിൽ അവർ അവതരിപ്പിക്കുന്നുണ്ട്. ലീലയ്ക്ക് വയ്യെന്ന് തോന്നിയ മാധവൻ മാഷ് കുറച്ചു നേരം തമിഴ് അസോസിയേഷൻ ഓഫീസിൽ പോയിരുന്ന് റെസ്റ്റ് എടുക്കാൻ അവളോട് പറയുന്നുണ്ട്. തമിഴ് അസോസിയേഷൻ ഓഫീസിൽ ആരെങ്കിലും അന്വേഷിച്ചു വന്നില്ലെങ്കിലും വൈകുന്നേരം ഗംഗാ ആരതി സമയത്ത് അവരെ കണ്ടുപിടിക്കാൻ സാധിക്കുമെന്ന് അയാൾ അവളോട് പറഞ്ഞു. ലീലയെ തമിഴ് അസോസിയേഷൻ ഓഫീസിലിരുത്തി മാധവൻ പുറത്തെവിടെയെങ്കിലും അവരുടെ ഗ്രൂപ്പിനെ കാണുമോ എന്ന് അന്വേഷിച്ചു പോകുന്നു. ആ ഓഫീസിൽ ഒറ്റയ്ക്കിരുന്ന ലീലയുടെ അടുത്ത് തമിഴ് അസോസിയേഷൻ ഓഫീസിൽ ഇരുന്ന ആൾ വല്ലാതെ ഫ്ലേർട്ട് ചെയ്യുന്നുണ്ട്. അയാളുടെ ഈ പെരുമാറ്റത്തിൽ ലീല വല്ലാതെ അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നുണ്ട്. ഓഫീസിലിരിക്കുന്ന ആളുടെ സംസാരം കേട്ട് അകത്തേക്ക് വരുന്ന മാധവൻ മാഷ് ലീലയെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്നു. ഘാട്ടിലെത്തിയ അവർ അവിടെ വെച്ച് പലതരത്തിലുള്ള ആളുകളെ കാണുന്നുണ്ട്. റീൽ എടുക്കാൻ വന്നവർ, അഘോരിയായിട്ട് വേഷം കെട്ടിയിരിക്കുന്നവർ, അങ്ങനെ ഒട്ടനവധി ആളുകളെ. ഇതൊക്കെ കണ്ട ലീല താൻ വിചാരിച്ച പോലൊരു സ്ഥലമല്ല വാരണാസി എന്ന് പറയുന്നു. ഇത് കേട്ട മാധവൻ മാഷ് നിങ്ങൾ വിചാരിച്ച പോലൊരു വാരണാസിയെ കാണണമെന്ന് വിചാരിച്ച് ചുറ്റും നോക്കിയാൽ ശരിക്കുള്ള വാരണാസിയെ കാണാൻ സാധിക്കുമെന്ന് പറഞ്ഞു. ലീലയും മാധവൻ മാഷും ഘാട്ടുകളിലൂടെ അവിടുത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നടക്കുകയാണ്. ഇതൊക്കെ കാണുന്ന ലീലയ്ക്ക് വാരണാസി ഭയങ്കര മനോഹരമായി തോന്നുന്നുണ്ട്. അതൊക്കെ അവൾ വല്ലാതെ ആസ്വദിക്കുന്നുമുണ്ട്. ലീല മാധവൻ മാഷിന്റെ അടുത്ത് എന്തിനാണ് എന്നെ ഇങ്ങനെ സഹായിക്കുന്നതെന്ന് ചോദിക്കുന്നു. അപ്പോൾ അതിന് മാഷ് ഒരു ഉത്തരവും പറയുന്നില്ല. മാധവൻ മാഷിന്റെ ഫാമിലിയെ കുറിച്ച് ലീല അയാളോട് ചോദിക്കുന്നുണ്ട്. തന്റെ പേര് മാധവൻ മാഷ് എന്നാണെന്നും താൻ റിട്ടയർഡ് UP സ്കൂൾ അധ്യാപകനാണെന്നും അയാൾ പറഞ്ഞു. ഏക മകളായ ജാനകി ബനാറസ് യൂണിവേഴ്സിറ്റിയിൽ കഥക്കിൽ മാസ്റ്റർ ചെയ്യുന്നുണ്ട്. അവളെ കാണാനാണ് അയാൾ ബനാറസിൽ എത്തിയത്. മാഷിന്റെ ഭാര്യ ജാനകി ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. അത് കേട്ട ലീല തന്റെ മകന്റെ പേര് മണികണ്ഠൻ എന്നാണെന്നും തന്റെ ഭർത്താവിന്റെ ആദ്യ ഭാര്യയിലെ മകനാണ് അവനെന്നും പറയുന്നു. മണികണ്ഠൻ തന്റെ ഫാമിലിയോടൊപ്പം ഡൽഹിയിലാണ്. ലീലയാകട്ടെ തഞ്ചാവൂരിൽ ഒറ്റപ്പെട്ട് ജീവിക്കുന്നതിന്റെ വിഷമം അവരുടെ വാക്കുകളിൽ നിന്ന് മാധവൻ മാഷിന് മനസ്സിലാകുന്നുണ്ട്. വാരണാസി കാണാൻ വന്ന ലീലയെ അവിടെയൊക്കെ ചുറ്റിക്കാണിക്കാമെന്ന് മാധവൻ മാഷ് പറയുന്നു. എന്നിട്ട് ലീലയും കൊണ്ട് വാരണാസിയുടെ ഭംഗി മുഴുവൻ കാണാൻ പറ്റുന്ന ഒരു വ്യൂ പോയിന്റിലേക്ക് കൊണ്ടുപോകുന്നു. ലീലയ്ക്ക് അവിടുത്തെ വ്യൂ കണ്ട് വളരെയധികം സന്തോഷമാകുന്നുണ്ട്. ലീലയ്ക്ക് വാരണാസിയിലുള്ള സ്പെഷ്യൽ ഫുഡ് ഐറ്റംസ് ഒക്കെ കഴിക്കണമെന്ന് ആഗ്രഹമാണെന്ന് മാഷിനോട് പറയുന്നുണ്ട്. അവളെ പോലുള്ള ഒരു സ്ത്രീ തന്റെ ആഗ്രഹങ്ങളൊക്കെ പറയുന്നത് ശരിയാണോ എന്നൊരു ചിന്ത ലീലയ്ക്കുണ്ട്. ഈ ചിന്ത കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് അവളെ പിന്നിലേക്ക് വലിക്കുന്നുണ്ട്. ബനാറസിലെ സ്പെഷ്യൽ ആയിട്ടുള്ള ലസ്സി കുടിക്കാൻ അവിടെ വെച്ച് അവർ രണ്ടുപേരും തീരുമാനിക്കുന്നു. രണ്ടുപേരും കൂടെ ബ്ലൂ ലസ്സി ഷോപ്പിൽ പോയി ലസ്സി കുടിക്കുകയും ചെയ്യുന്നു. ടൂറിസ്റ്റ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്ന കോർഡിനേറ്ററും കൂടെയുള്ളവരും ലീലയെ കാണാതെ ടെൻഷൻ ആകുന്നുണ്ട്. തിരിച്ചു പോകും മുൻപ് ലീലയെ കണ്ടുപിടിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് കോർഡിനേറ്റർക്ക് നല്ല പേടിയുണ്ട്. ലീലയും മാധവൻ മാഷും അനൗൺസ്മെന്റ് ചെയ്യുന്ന സ്ഥലത്ത് പോയി ലീലയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൊടുത്ത് അനൗൺസ്മെന്റ് ചെയ്യിക്കുകയാണ്. ലീലയോട് മാധവൻ മാഷ് അവരുടെ ഗ്രൂപ്പിനെ ഗംഗാ ആരതിയിൽ വെച്ച് കണ്ടുപിടിക്കാൻ ശ്രമിക്കാമെന്നും ഒരു വഴിയുമില്ലെങ്കിൽ നാളെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചെങ്കിലും അവരെ കണ്ടെത്താമെന്നും പറയുന്നുണ്ട്. ദിവസം മുഴുവൻ മാധവൻ മാഷ് തന്റെ കൂടെ ചിലവഴിക്കുന്ന കണ്ട ലീല
അയാൾക്ക് ഇന്ന് വേറെന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുന്നു. അടുത്ത ദിവസം ജാനകിയുടെ പിറന്നാളാണെന്നും അവൾക്കൊരു സാരി വാങ്ങാൻ വേണ്ടി ലീലയുടെ ഹെൽപ്പ് വേണമെന്നും മാധവ മാഷ് അവരോട് പറയുന്നുണ്ട്. അപ്പോൾ ലീല തന്റെ വേറൊരു ആഗ്രഹം കൂടെ നടത്തി തരാൻ പറ്റുമോ എന്ന് മാഷിനോട് ചോദിക്കുന്നു. ഒരു സൈക്കിൾ റിക്ഷയിൽ പോകാനായിരുന്നു ലീലയുടെ ആഗ്രഹം. അങ്ങനെ അവർ രണ്ടുപേരും ഒരു സൈക്കിൾ റിക്ഷയിൽ ഒരു സാരി കടയിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ലീല ജാനകിക്ക് ഒരു സാരി സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഷോപ്പിൽ ബൈ വൺ ഗെറ്റ് വൺ ഓഫർ നടക്കുന്നുണ്ടായിരുന്നു. അത് കണ്ട മാധവ മാഷ് ലീലയോടും ഒരു സാരി എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. അവർക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും മാധവ മാഷ് നിർബന്ധിച്ച് അവർക്ക് കൂടെ സാരി എടുക്കുന്നു. ആ സാരി ധരിച്ച് അവർ അപ്പോൾ തന്നെ മാഷിനെ കാണിക്കുമ്പോൾ അയാൾ ഒരു മുഴ മുല്ലപ്പൂവ് അവർക്ക് തലയിൽ വെക്കാൻ വേണ്ടി വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ ലീലയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. മുല്ലപ്പൂ വാങ്ങി കൊണ്ടുവന്നതിന് അവർ മാഷിനോട് ദേഷ്യപ്പെടുന്നുണ്ട്. ലീല തനിക്ക് ആ മുല്ലപ്പൂ വാങ്ങിയത് ഇഷ്ടമായില്ല എന്ന് പറയുന്നു. ആ സാരിക്ക് മുല്ലപ്പൂ നന്നായി ചേരുന്നത് കൊണ്ടാണ് അത് വാങ്ങിയതെന്ന് അയാൾ പറഞ്ഞു. അപ്പോഴേക്കും മാധവ മാഷിന്റെ മകൾ ജാനകി അയാളെ ഫോണിൽ വിളിക്കുന്നുണ്ട്. ജാനകി താൻ ഇപ്പോൾ അങ്ങോട്ട് വരാമെന്നും ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പോകാമെന്നും പറയുന്നുണ്ട്. അത് കേട്ട മാധവ മാഷ് അയാളുടെ ഒരു ഫ്രണ്ട് നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടെന്നും അയാളോടൊപ്പം ഫുഡ് കഴിച്ചോളാമെന്ന് പറയുന്നു. ജാനകി നാളത്തെ എന്തോ കാര്യം ഏർപ്പാടാക്കാൻ വേണ്ടി മാധവ മാഷിനോട് പറയുന്നുണ്ട്. ഇപ്പോൾ തന്നെ പോയി നാളത്തെ കാര്യം ഏർപ്പാടാക്കാമെന്ന് പറഞ്ഞ് അയാൾ ഫോൺ വെക്കുന്നു. മാധവ മാഷ് ലീലയോട് നാളെ ഒരു അത്യാവശ്യ കാര്യം അറേഞ്ച് ചെയ്യാനുണ്ട്, അതിനുവേണ്ടി പോകാമെന്ന് പറയുന്നു. ലീല മുല്ലപ്പൂ വാങ്ങിയതിന് തന്നോട് സോറി പറഞ്ഞാൽ പോകാമെന്ന് പറയുന്നു. അപ്പോൾ അയാൾ അത് സമ്മതിച്ച് അവളോട് സോറി പറയുന്നുണ്ട്. അവർ രണ്ടുപേരും കുറെ ദൂരം നടന്ന് ക്ഷീണിച്ച് ഒരിടത്തിരിക്കുന്നു. അവിടെ ഒരു ഭാര്യയും ഭർത്താവും വഴക്കുണ്ടാക്കുന്ന കാണുന്ന ലീല, നിങ്ങളും വൈഫും ഇതുപോലെ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. 1.5 വർഷമാണ് താനും ഭാര്യയും ഒരുമിച്ച് ജീവിച്ചതെന്നും അത്ര സമയം അവരുടെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നുവെന്നും മാധവ മാഷ് പറയുന്നുണ്ട്. എനിക്കും ഹസ്ബൻഡിനും ഇടയിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കുണ്ടാകുമായിരുന്നു. എന്നാലും ഞാൻ അയാളെ ഒത്തിരി സ്നേഹിച്ചിരുന്നു. പക്ഷെ അയാൾക്ക് എന്നോടൊരു സ്നേഹവുമില്ലായിരുന്നു. അയാളുടെ ആദ്യ ഭാര്യയിലെ മകനെ നോക്കാൻ വേണ്ടിയുള്ള ഒരാൾ മാത്രമായിരുന്നു ഞാൻ. എന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും തന്നോട് സ്നേഹത്തോടൊരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല എന്ന് മാധവ മാഷിനോട് ലീല പറഞ്ഞു. അത്യാവശ്യമായി പോകേണ്ട സ്ഥലത്തേക്ക് പോകാമെന്ന് പറഞ്ഞ് സംഭാഷണം അവസാനിപ്പിച്ച് അവർ അവിടെ നിന്ന് നടന്നു നീങ്ങുകയാണ്. ഹസൻസ് രസോയി എന്ന കാറ്ററിംഗ് സർവീസ് നടത്തുന്നവർ അടുത്തേക്കാണ് മാധവ മാഷിന് പോകാനുണ്ടായിരുന്നത്. അടുത്ത ദിവസത്തേക്ക് 50 വെജ് മീൽസ് ഓർഡർ ചെയ്യാനാണ് മാധവ മാഷ് അവിടെ എത്തിയത്. സമയം ഉച്ച കഴിഞ്ഞതുകൊണ്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിക്കാമെന്ന് അയാൾ ലീലയോട് പറയുന്നു. എന്നിട്ട് അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അവിടെ ഒരു പെൺകുട്ടി തന്റെ അച്ഛന്റെ അടുത്ത് സംസാരിക്കുന്ന കാണുന്ന മാധവ മാഷ് ജാനകിയെ ഫോണിൽ വിളിക്കുന്നു. മാഷ് മകളോട് പറഞ്ഞ കള്ളം തിരുത്തി സത്യം അവളോട് തുറന്നു പറയുന്നു. ടൂർ ഗ്രൂപ്പിന്റെ കൂടെ വന്ന ലീല ഒറ്റപ്പെട്ടു പോയപ്പോൾ അവരെ സഹായിച്ചതാണെന്നും അവരെ തിരിച്ച് ഗ്രൂപ്പിന്റെ അടുത്താക്കിയിട്ട് തിരിച്ചു വരാമെന്നും പറയുന്നുണ്ട്. ഞാൻ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് കള്ളം പറയുന്ന ആളല്ല അച്ഛനെന്നും എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് തമാശ രൂപേണ ജാനകി പറയുന്നുണ്ട്. അത് കേട്ട മാധവ മാഷിനൊരു നാണമൊക്കെ വരുന്നുണ്ട്. ഭക്ഷണം കഴിച്ചിട്ട് ഒരു സ്ഥലത്തൂടെ പോകാനുണ്ടെന്ന് മാധവ മാഷ് ലീലയോട് പറയുന്നുണ്ട്. ആശ്രമം പോലുള്ള സ്ഥലത്തേക്കാണ് അവളെ അയാൾ കൊണ്ടുപോയത്. പ്രായമായ ആളുകളായിരുന്നു അവിടെ കൂടുതൽ ഉണ്ടായിരുന്നത്. കുറെ പേരാകട്ടെ മരിക്കാനായി കിടക്കുന്നവരായിരുന്നു. അവിടേക്കുള്ള നാളത്തെ ഭക്ഷണവും മാധവ മാഷും ജാനകിയുമാണ് സ്പോൺസർ ചെയ്യുന്നത്. അതിന്റെ ഓർഡറാണ് കാറ്ററിംഗിൽ കൊടുത്തിരുന്നത്. ആ ആശ്രമത്തിലെ അവസ്ഥ കണ്ടിട്ട് ലീലയ്ക്ക് വല്ലാത്ത അസ്വസ്ഥത തോന്നുന്നുണ്ട്. ഇതെന്താണെന്ന് അവൾ മാധവ മാഷിന്റെ അടുത്ത് ചോദിക്കുകയാണ്. മരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള സ്ഥലത്ത് വരുന്നത്. ഈ സ്ഥലത്ത് കിടന്ന് മരിച്ചാൽ മോക്ഷം കിട്ടുമെന്നാണ് ചിലരുടെ വിശ്വാസം. ചെക്ക് ഇൻ ചെയ്ത് കഴിഞ്ഞ് 15 ദിവസത്തിനുള്ളിൽ മരിച്ചില്ലെങ്കിൽ അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യേണ്ടി വരും. സ്വത്തുക്കളെല്ലാം ദാനം ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളുമുണ്ട്. ഇങ്ങനെയുള്ളൊരു ആശ്രമമാണ് ഇതെന്ന് മാധവ മാഷ് ലീലയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നു. ഏതെങ്കിലും ദിവസം ദൈവത്തെ നേരിൽ കണ്ടാൽ എനിക്ക് എന്തിനാണ് ഇങ്ങനൊരു ജീവിതം തന്നതെന്ന് ചോദിക്കണമെന്ന് അവൾ പറയുന്നു. ലീലയ്ക്ക് ചെറുപ്പം മുതൽ ഡാൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു. കല്യാണത്തിന് ശേഷം അവളുടെ ഭർത്താവിന് അവൾ ഡാൻസ് കളിക്കുന്ന ഇഷ്ടമല്ലാത്തതിനാൽ അത് നിർത്തിയെന്ന് പറയുന്നു. ലീല ആരുടെയും അടുത്ത് മനസ്സ് തുറന്ന് സംസാരിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരാളുടെ അടുത്ത് മനസ്സ് തുറന്ന് സംസാരിക്കുന്നതെന്ന് അവൾ മാധവ മാഷിന്റെ അടുത്ത് പറയുന്നുണ്ട്. ഗംഗ ആരതിക്ക് ഇനിയും കുറെ സമയമുണ്ടെന്നും അതുവരെ നമുക്കൊരു സിത്താർ പെർഫോമൻസിന് പോകാമെന്നും മാധവ മാഷ് ലീലയുടെ അടുത്ത് പറയുന്നു. അങ്ങനെ അവർ അവിടെ നിന്ന് ഘാട്ടിലൂടെ നടന്നു പൊക്കോണ്ടിരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വന്നൊരു ചെറുപ്പക്കാരന്റെ കയ്യിലുള്ള ചിതാഭസ്മം ലീല അറിയാതെ തട്ടിയിട്ട് പൊട്ടിക്കുന്നു. ആ ചെറുപ്പക്കാരൻ ആ ഭസ്മമെല്ലാം താഴെ നിന്ന് എടുത്ത് ബാഗിലിട്ട് ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. ലീലയും മാധവ മാഷും അയാളുടെ പിറകെ പോയി അയാളോട് നടന്നതിന് ക്ഷമ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചെറുപ്പക്കാരൻ തന്റെ ഭാര്യയെക്കുറിച്ച് ലീലയോട് പറയുന്നു. ആ ചെറുപ്പക്കാരനും ഭാര്യയ്ക്കും കുട്ടിയുണ്ടായ ശേഷം അയാൾക്ക് ഭാര്യയെ നേരെ കെയർ ചെയ്യാൻ സാധിച്ചിരുന്നില്ല. അയാളുടെ ഭാര്യയ്ക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു. അതറിയാതെ ഭാര്യയുടെ അടുത്ത് അയാൾ നിരന്തരം വഴക്കിടുകയും അത് കാരണം അവൾ സൂയിസൈഡ് ചെയ്യുകയും ചെയ്തു. ഇതൊക്കെ ആ ചെറുപ്പക്കാരൻ ലീലയുടെ അടുത്ത് പറഞ്ഞ് കരയുന്നുണ്ട്. അതിനുശേഷം ലീലയും മാധവ മാഷും ചേർന്ന് അയാളുടെ കൂടെ നിന്ന് ഭാര്യയുടെ അന്ത്യകർമ്മങ്ങൾ ചെയ്തു വിടുകയാണ്. അപ്പോഴേക്കും മാധവ മാഷിന്റെ ഫോണിൽ തമിഴ് അസോസിയേഷന്റെ കോള് വരുന്നു. ലീലയെ അന്വേഷിച്ച് അവരുടെ ഗ്രൂപ്പ് അവിടെ എത്തിച്ചേർന്നുവെന്നും അവർ ഇപ്പോൾ ഗൗരിഘട്ടിലുണ്ടെന്നും പറയുന്നു. അത് കേട്ട് മാധവ മാഷിന്റെ മുഖം മാറുന്നുണ്ടെങ്കിലും അയാൾ സന്തോഷത്തോടെ നിങ്ങളെ അന്വേഷിച്ച ആളുകൾ ഗൗരിഘട്ടിലുണ്ടെന്ന് ലീലയോട് പറയുന്നു. അവർ രണ്ടുപേരും കൂടെ അവിടേക്ക് പോവുകയാണ്. അവിടെ എത്താറായപ്പോൾ താൻ തനിച്ചു പൊയ്ക്കോളാമെന്ന് മാധവ മാഷിനോട് ലീല പറയുന്നുണ്ട്. അതോടൊപ്പം എനിക്കിപ്പോൾ ചെയ്ത എല്ലാ ഹെൽപ്പിനും കണക്കു വെക്കാനും ഞാൻ നാട്ടിൽ പോയി അതിന്റെ
അതിന്റെ പൈസ അയച്ചു തരാമെന്നും ലീല അയാളോട് പറഞ്ഞു. ഇത് കേട്ട് ഹേർട്ടായ മാധവ് മാഷ് തിരിഞ്ഞുപോലും നോക്കാതെ അവിടെ നിന്ന് പോകുന്നു. ലീല ഗൗരിഹട്ടിലേക്ക് പോകാതെ ഒരിടത്ത് ദുഃഖിതയായിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സെട്ടി എന്നൊരു പയ്യൻ വരുന്നുണ്ട്. ലീല ഇങ്ങനെ ഇരിക്കുന്ന കണ്ട് അവൻ അവളോട് സംസാരിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവൾ ഒന്നിനും റെസ്പോണ്ട് ചെയ്യുന്നില്ലായിരുന്നു. അവളെ കൊണ്ട് റെസ്പോണ്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി, സാധാരണ ഇവിടെ വരുന്നവർ തിരിച്ചു പോകാൻ പറ്റാതെ ഇവിടെ തന്നെ ചത്തു തുലഞ്ഞു പോകും, നിനക്ക് അങ്ങനെ പറ്റണ്ടെങ്കിൽ എന്താണ് നിനക്ക് പറ്റിയതെന്ന് പറയാൻ വേണ്ടി പറയുന്നു. അത് കേട്ട് അവൾ കരയാൻ തുടങ്ങുന്നു. അത് കണ്ട സെട്ടി അവളെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ലീല പോകുന്നതിന് മുന്നേ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തന്റെ അടുത്ത് പെരുമാറിയതിനെ പറ്റി മാധവ് മാഷ് ജാനകിയെ വിളിച്ചു പറയുകയാണ്. അപ്പോഴേക്കും തമിഴ് ടൂർ ടീമിന്റെ കോർഡിനേറ്റർ അയാളുടെ നമ്പറിലേക്ക് വിളിക്കുന്നു. ഇതിൽ നിന്ന് ലീല ഗൗരിഹാട്ടിൽ അവരുടെ അടുത്ത് എത്തിയില്ല എന്ന് മാധവൻ മാഷിന് മനസ്സിലാവുന്നു. അപ്പോൾ തന്നെ അയാൾ ഗൗരിഹാട്ടിൽ ഉണ്ടായിരുന്ന തമിഴ് ടൂർ ടീമിന്റെ അടുത്തെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ടീം അംഗങ്ങൾ ലീലയെക്കുറിച്ച് ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് മാധവ മാഷ് കേൾക്കുന്നുണ്ട്. അവരുടെ കൂടെയുള്ള കോർഡിനേറ്റർ മകനെ വിളിച്ചപ്പോൾ ലീലയെ കാണാത്തതുകൊണ്ട് പോലീസ് കേസ് ഒന്നും കൊടുക്കണ്ട എന്നും അവർ തിരിച്ചു വന്നില്ലെങ്കിലും കുഴപ്പമില്ല എന്നും പറയുന്നുണ്ട്. ഇതൊക്കെ കേട്ടുകൊണ്ട് മാധവ മാഷ് അവിടെ നിൽക്കുകയാണ്. അതേസമയം സെട്ടി ലീലയ്ക്ക് ചായ വാങ്ങിക്കൊടുത്ത് അവൾക്ക് എന്താണ് പറ്റിയതെന്ന് ചോദിക്കുന്നു. അപ്പോൾ ലീല കാര്യങ്ങളെല്ലാം സെട്ടിയോട് പറയുന്നുണ്ട്. ഇന്നലെ രാത്രിയാണ് അവൾ ടൂർ ടീമിന്റെ കൂടെ ഇവിടെ എത്തിയത്. ഇന്ന് രാവിലെ അവൾ ടീമിനെ മനഃപൂർവ്വം ഒറ്റയ്ക്ക് വിട്ട് വാരണാസി ചുറ്റാൻ ഇറങ്ങിയതാണ്. ചെറുപ്പം മുതൽ ലീലയ്ക്ക് വാരണാസി വരണമെന്ന ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ അതിന് സാധിച്ചിരുന്നില്ല. അവളുടെ ലൈഫിൽ ആഗ്രഹിച്ചതുപോലെ ഒന്നും ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതുകൊണ്ട് അവളുടെ ഉള്ളിലെ കുട്ടി ലീല ആഗ്രഹിച്ച പോലെ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാനാണ് ഗ്രൂപ്പിനെ വിട്ട് ഒറ്റയ്ക്ക് അവൾ ഇറങ്ങിയത്. അതിനുശേഷം ലീലയുടെ ബാഗും ഫോണും പോയിരുന്നു. എന്തു ചെയ്യണമെന്നറിയാതെ ടെൻഷനായിരുന്നപ്പോഴാണ് മാധവ മാഷ് അവളുടെ അടുത്തേക്ക് വന്നത്. അയാൾ അവളുടെ ഉള്ളിലെ കുട്ടി ലീല ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ സഹായിക്കുന്നു. അവസാനം മാധവ മാഷ് തന്റെ ടൂർ ഗ്രൂപ്പിനെ കണ്ടുപിടിച്ച് അവരുടെ ഒപ്പം തന്നെ അയച്ചു. അതുകൊണ്ടാണ് അയാളെയും ഒഴിവാക്കി ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നതെന്ന് സെട്ടിയോട് അവൾ പറഞ്ഞു. മാധവ മാഷിന്റെ അടുത്ത് റൂഡായിട്ട് പെരുമാറി അയാളെ ഒഴിവാക്കിയതിൽ ലീലയ്ക്ക് നല്ല വിഷമമുണ്ട്. ഇത് കേട്ട സെട്ടി മാധവ മാഷിനെ കണ്ടുപിടിച്ചു കൊടുക്കാമെന്ന് ലീലയ്ക്ക് വാക്കുകൊടുത്ത് അവളെ കൂട്ടി ഗംഗാ അരതിക്ക് പോകുന്നുണ്ട്. അവിടെ മാധവ മാഷ് ഉണ്ടാകുമെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അപ്പോൾ ലീല തന്റെ ബാഗും പേഴ്സും മോഷ്ടിച്ചു കൊണ്ടുപോയ ആളെ കാണുന്നു. ലീലയെ കണ്ട ഉടനെ ആ കള്ളൻ ഓടുകയും ലീല പിന്നാലെ ആ കള്ളനെ പിടിക്കാൻ വേണ്ടി ഓടുകയും ചെയ്യുന്നു. അങ്ങനെ ഓടിയ ലീല ടൂർ ടീമിന്റെയും മാധവ് മാഷിന്റെയും മുന്നിലാണ് ചെന്നുപെടുന്നത്. ലീലയ്ക്കും മാധവ് മാഷിനും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ നല്ല സന്തോഷമാകുന്നുണ്ട്. ടൂർ ടീമിന്റെ കോർഡിനേറ്റർ വന്ന് ലീലയെ വഴക്കു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതൊന്നും ലീല കേൾക്കുന്നതേയില്ല. അവൾ മാധവ് മാഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മാധവ് മാഷ് വന്ന് ലീലയുടെ കൈ പിടിക്കുന്നു. എന്നിട്ട് ട്രെയിൻ നാളെ രാവിലെയല്ലേ, ലീല അവിടെ എത്തിക്കോളുമെന്ന് പറഞ്ഞ് അവളെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ രണ്ടുപേരും ഗാർഡിൽ സംസാരിച്ചു കൊണ്ടിരുന്നപ്പോൾ സെട്ടി അവിടെ വന്ന് കള്ളന്റെ അടുത്തുനിന്ന് വാങ്ങിയ ലീലയുടെ പേഴ്സും ഫോണും ലീലയ്ക്ക് തിരിച്ചു കൊടുത്തിട്ട് അവിടെ നിന്ന് പോകുന്നു. ലീല നല്ല ടയർഡാണെന്ന് കണ്ട മാധവ മാഷ് ഹോട്ടൽ അവിടെ അടുത്താണെന്നും ഫ്രഷായി വന്നതിന് ശേഷം ആരതിക്ക് പോകാമെന്നും പറയുന്നു. റൂമിലെത്തിയ ശേഷം മാധവൻ കുളിക്കാൻ പോകുമ്പോൾ ജാനകി ഫോൺ വിളിക്കുന്നുണ്ട്. ലീലയോട് അയാൾ ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറയുന്നു. ഇടയ്ക്ക് ലീലയെ കാണാതെ പോയതിൽ എല്ലാവരും വല്ലാതെ ടെൻഷനായി പോയി എന്ന് ജാനകി ലീലയോട് പറഞ്ഞു. ജാനകിക്ക് ലീലയെ കാണണമെന്ന് പറയുമ്പോൾ തീർച്ചയായും കാണാമെന്ന് ലീലയും പറയുന്നുണ്ട്. മാധവൻ കുളിച്ചിട്ട് വന്ന ശേഷം ലീലയും കുളിക്കാൻ പോകുന്നു. തനിക്ക് സാരിയുടെ കൂടെ തലയിൽ വെക്കാൻ വേണ്ടി മുല്ലപ്പൂവും വേണമെന്ന് മാധവ മാഷിനോട് ലീല പറയുന്നു. ആദ്യത്തെ പ്രാവശ്യം മാധവ മാഷ് മുല്ലപ്പൂ വാങ്ങിച്ചു കൊടുത്തപ്പോൾ ദേഷ്യപ്പെട്ട ലീല തന്നെയാണ് മുല്ലപ്പൂ വാങ്ങിയിട്ട് വരാൻ അയാളുടെ അടുത്ത് പറയുന്നത്. അവളുടെ സ്വഭാവത്തിൽ വല്ലാതെ വ്യത്യാസം വന്നിരുന്നു. ആളുകൾ എന്തു പറയുന്നു എന്ന് നോക്കാതെ തന്റെ ഇഷ്ടങ്ങളെല്ലാം നടത്തിയെടുക്കാൻ ലീല തീരുമാനിച്ചിരുന്നു. മുല്ലപ്പൂ വെച്ച് മാധവ മാഷ് വാങ്ങിയ സാരി ഉടുത്താണ് ലീല ആരതിക്ക് പോയത്. അവർ രണ്ടുപേരും കാട്ടിലൂടെ നടക്കുകയും ബോട്ടിംഗ് ചെയ്യുകയും അതിനുശേഷം ഗംഗാ ആരതി കാണുകയും ചെയ്യുന്നു. മാധവ മാഷിനോട് ലീല അയാളുടേത് ലവ് മാരേജ് ആയിരുന്നു എന്ന് ചോദിക്കുന്നു. 4 വർഷത്തെ പ്രണയമായിരുന്നു അയാളുടേതെന്ന് പറയുമ്പോൾ പ്രണയിക്കുമ്പോൾ ഭയങ്കര ഫീലാണല്ലേ എന്ന് അവൾ ചോദിക്കുന്നു. അതിൽ നിന്ന് അവൾ ജീവിതത്തിൽ ആരെയും പ്രണയിച്ചിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അതിനുശേഷം ലീല ദീപങ്ങൾ വിൽക്കുന്ന ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് ദീപങ്ങൾ വാങ്ങി ഗംഗാ നദിയിലൂടെ ഒഴുക്കി വിട്ടുകൊണ്ടിരിക്കുകയാണ്. മാധവ് മാഷും ലീലയുടെ കൂടെ ആ ദീപങ്ങൾ ഗംഗാ നദിയിൽ ഒഴുക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇതൊക്കെ ചെയ്യുമ്പോൾ ലീല ഭയങ്കര സന്തോഷവതിയായിട്ടാണ് കാണപ്പെടുന്നത്. ലീലയുടെ സന്തോഷം കണ്ട മാധവ് മാഷിന് നല്ല സന്തോഷമാകുന്നു. ജാനകി തന്റെ ഹസ്ബൻഡായ അലക്സിന്റെ അടുത്ത് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ലീലയെ കാണാതെ ആയപ്പോൾ മാധവ മാഷ് അടിച്ച ടെൻഷനിൽ നിന്നും അവർക്ക് രണ്ടുപേർക്കിടയിൽ എന്തോ ഉണ്ടെന്ന് അവൾ അയാളോട് പറയുന്നു. നാളെ ലീലയെ കണ്ട ശേഷം നമുക്ക് തീരുമാനിക്കാമെന്ന് അലക്സ് അവളോട് പറയുന്നുണ്ട്. ലീലയും മാധവ മാഷും ഭക്ഷണം കഴിച്ചു കൊണ്ടിരുന്നപ്പോൾ ലീല മാധവ മാഷിനോട് തഞ്ചാവൂരിലേക്ക് വരുന്നോ എന്ന് ചോദിക്കുന്നു. നാളെ ലീല ടൂർ ടീമിന്റെ കൂടെ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി വരുമല്ലോ. ആ ടീം അവരെ പറ്റി മോശമായിട്ട് പറയുമ്പോൾ ആ വിഷമം ഷെയർ ചെയ്യാനാണ് മാധവ മാഷ് കൂടെ വരാൻ അവൾ പറഞ്ഞത്. ഇന്ന് രാത്രി മുഴുവൻ വാരണാസി ഉറങ്ങാതെ എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് ലീലയുടെ ആഗ്രഹം. മാധവ മാഷും അതിന് സമ്മതം മൂളുന്നു. ലീലയും മാധവ മാഷും ഒരു ഒഴിഞ്ഞ ഘട്ടിൽ ഒറ്റയ്ക്കിരിക്കുകയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ തന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുമെന്ന് ലീല വിചാരിച്ചതേയില്ല. ആ ഘട്ടിൽ കുറച്ച് ഫോറിനേഴ്സ് മ്യൂസിക്കൽ പെർഫോമൻസ് നടത്തുന്നുണ്ടായിരുന്നു. അത് കണ്ട മാധവൻ മാഷ് അവരുടെ അടുത്ത് പോയി ലീലയ്ക്ക് ഡാൻസ് കളിക്കാൻ ഒരു അവസരം ഒരുക്കുന്നുണ്ട്. ആദ്യം മടിച്ചെങ്കിലും ലീല കുറേ വർഷങ്ങൾക്ക് ശേഷം മതി മറന്ന് ഡാൻസ് കളിക്കുകയാണ്. അത് കാണുന്ന മാധവൻ മാഷിന് നല്ല സന്തോഷമാകുന്നുണ്ട്. ഡാൻസ് പ്രോഗ്രാം ചെയ്തതിന് ചെറിയൊരു പാരിതോഷികം അവർ അവൾക്ക് കൊടുക്കുന്നു.
ലീലയ്ക്ക് ആദ്യമായിട്ട് സ്വന്തമായിട്ട് അധ്വാനിച്ച് കിട്ടിയ പൈസയായിരുന്നു അത്. അവളത് മാധവൻ മാഷിന് കൊടുക്കുന്നുണ്ടെങ്കിലും അയാൾ തനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിത്തന്നാൽ മതിയെന്ന് പറയുന്നു. നാട്ടിൽ പോയ ശേഷം മാധവൻ മാഷിന്റെ പ്ലാൻ എന്താണെന്ന് ലീല അയാളോട് ചോദിക്കുന്നുണ്ട്. ഇപ്രാവശ്യം ജാനകി നാട്ടിലേക്ക് വരുന്നുണ്ട്. കോഴ്സ് കഴിഞ്ഞാൽ ഉടനെ UK പോകാനാണ് അവളുടെ പ്ലാൻ. തന്നെയും കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുപോകാനാണ് അവൾ ശ്രമിക്കുന്നതെന്ന് മാധവൻ മാഷ് പറഞ്ഞു. ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ഭയങ്കര കഷ്ടമാണെന്നും ജാനകിയുടെ കൂടെ UK പോകുന്നതാണ് നല്ലതെന്നും ലീല അയാളോട് പറയുന്നുണ്ട്. ലീലയ്ക്ക് മേള നടക്കുന്ന സ്ഥലത്തെ ഫേരി വീൽസിൽ കയറണമെന്ന് ആഗ്രഹം പറയുന്നു. ലീല ഫേരി വീൽസിൽ കയറി ഒരു കൊച്ചുകുട്ടിയെപ്പോലെ സന്തോഷിക്കുകയാണ്. അതിനുശേഷം അവർ രണ്ടുപേരും ആകാശത്തെ നക്ഷത്രങ്ങളെ നോക്കി ഒരു ഓപ്പൺ ബോട്ടിൽ കിടക്കുകയാണ്. ഇന്നുവരെ ലൈഫിൽ ആരുടെയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയ ആളായി ഞാൻ ജീവിച്ചിട്ടില്ല എന്നും ഇന്ന് അതിനുള്ള അവസരം കിട്ടിയെന്നും ലീല പറയുന്നു. അത്രത്തോളം ഇന്ന് മാധവൻ മാഷ് ലീലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവളുടെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തിരുന്നു. ഈ ഒരു പ്രായത്തിൽ രാവിലെ കണ്ട ആളുമായി ഒരു തോണിയിൽ ആകാശം നോക്കി കിടക്കുന്നത് വല്ലാത്ത സ്ട്രെയിഞ്ച് ആണെന്ന് അവൾ പറയുന്നുണ്ട്. മുകളിലിരുന്ന് ഇതൊക്കെ കണ്ട് മാധവ മാഷിന്റെ ഭാര്യയും തൻ്റെ ഭർത്താവും ചിരിക്കുന്നുണ്ടാകുമെന്നും അവൾക്ക് തോന്നി. ലീല തൻ്റെ മനസ്സ് ഇപ്പോൾ ഭയങ്കര ശാന്തമാണെന്നും തനിക്ക് ജീവിതത്തിൽ ഇന്നേവരെ കിട്ടിയിട്ടില്ലാത്തൊരു ഫീലാണ് ഇപ്പോൾ ഉള്ളതെന്നും പറയുന്നു. ചെറിയ പ്രായത്തിൽ മാധവൻ മാഷ് കാണാൻ എങ്ങനെയായിരുന്നു എന്ന് അവൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാധവൻ മാഷ് തൻ്റെ ഒരു പഴയ ഫോട്ടോ ലീലയെ കാണിക്കുന്നുണ്ട്. ആ ഫോട്ടോ ലീല തൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് സൂക്ഷിച്ചു വെക്കുകയാണ്. എന്നിട്ട് ലീല മാധവൻ മാഷിനോട് ഒരു കഥ പറഞ്ഞു തരാൻ പറയുന്നുണ്ട്. അങ്ങനെ മാധവൻ മാഷ് കഥ പറയാൻ തുടങ്ങുന്നു. ആ കഥയും കേട്ട് അവർ രണ്ടുപേരും അവിടെ തന്നെ കിടന്നുറങ്ങുകയാണ്. പിറ്റേ ദിവസം മാധവൻ മാഷ് എഴുന്നേറ്റപ്പോൾ ലീല തൻ്റെ തലയിൽ തടവിയതുപോലെ അയാൾക്ക് തോന്നിയിരുന്നു. ആ തോന്നലോട് കൂടിയാണ് അയാൾ എഴുന്നേൽക്കുന്നത്. എന്നിട്ട് അടുത്ത് കിടക്കുന്ന ലീലയെ എഴുന്നേൽപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അവർ ഉണരുന്നില്ല. തട്ടി വിളിച്ചിട്ടും അവർ ഉറക്കമുണരാത്തതുകൊണ്ട് അയാൾക്ക് അവൾ മരിച്ചതായി മനസ്സിലാകുന്നുണ്ട്. പോലീസുകാരെത്തി മൃതദേഹം പരിശോധിക്കുന്നുണ്ട്. അപ്പോഴേക്കും ജാനകിയും അവിടേക്ക് എത്തുന്നുണ്ട്. ജാനകി അവിടെ തകർന്നിരിക്കുന്ന മാധവൻ മാഷിനെ കാണുന്നു. ജാനകി ലീലയുടെ ശരീരത്തുണ്ടായിരുന്ന കുറച്ചു പൈസയും മാഷിന്റെ ഫോട്ടോയും മാഷിന് തന്നെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നിസ്സഹായതയോടെ നോക്കി നിൽക്കാൻ മാത്രമേ അയാൾക്കാകുന്നുള്ളൂ. അയാളും ജാനകിയും ചേർന്ന് ലീലയുടെ ശരീരം ദഹിപ്പിക്കുന്നു. പിറ്റേ ദിവസം രാവിലെ അയാൾ ഘാട്ടിലിരിക്കുമ്പോൾ ലീല ഒരു തോണിയിൽ ഗംഗാ നദിയിലുള്ളതായി അയാൾക്ക് തോന്നുന്നുണ്ട്. ലീല ഉണ്ടായിരുന്ന തോണി വളരെ ദൂരേക്ക് നീങ്ങി പോകുന്നതും അവസാനം മാഞ്ഞു പോകുന്നതും കാണാം. ഇത് കണ്ട് മാധവ മാഷ് പൊട്ടിക്കരയുന്നതോടെ ഈ സിനിമ ഇവിടെ അവസാനിക്കുന്നു. വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സിനിമയാണ് ചിന്ന ചിന്ന ആസൈ. ജീവിതത്തിലുടനീളം ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിക്കാതിരുന്നൊരു സ്ത്രീ ഒരു ദിവസം കൊണ്ട് തൻ്റെ ആഗ്രഹങ്ങളെല്ലാം സാധിക്കുന്നുണ്ട്. ആഗ്രഹങ്ങളെല്ലാം സാധിച്ച് സന്തോഷത്തോടു കൂടി തന്നെയാണ് അവർ മരണപ്പെടുന്നത്. ഈ സിനിമയ്ക്ക് ഹാപ്പി എൻഡിംഗ് ആണ് ബെറ്റർ എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം. ഈ സിനിമയിൽ ആളുകളുടെ ഇമോഷനുകളും വാരണാസിയുടെ ഭംഗിയുമെല്ലാം വ്യക്തമായി ഒപ്പിയെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതുപോലെയുള്ള മൂവികൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയൊരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.